ആരാ എന്നിട്ട് രക്ഷപ്പെടുത്തിയതിനുള്ളിൽ? അങ്കിള്. എത്ര അങ്കിൾമാര് വന്നു ഓടി വന്നു അത് വീണപ്പോ തന്നെ? നമുക്ക് വാതിൽ തുറക്കാനുള്ള ധൈര്യം പോലില്ല. അപ്പോഴത്തേക്ക് അവർ വരുന്നു, ഇലക്ട്രിക് കമ്പി പൊട്ടി, അപ്പോൾ കുഴപ്പമില്ല, ഷോക്കില്ല എന്ന് പറയുന്നു. ഇവർ ജനൽ തുറക്കാൻ പറ്റി, വാതിൽ വണ്ടി ഓണായിരുന്നുണ്ട്. പിള്ളേരെല്ലാവരും എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. പിന്നെ അപ്പോഴത്തേക്ക് ഹസ്ബൻഡിന് ഇറങ്ങാൻ പറ്റി. നമ്മുടെ നാടൊരു ദുരന്തം വരുമ്പോൾ ഒന്നിച്ച് നിൽക്കുന്നു പറഞ്ഞു തരുന്നത്, അത് ശരിക്കും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും? അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമ്മളിങ്ങനെ ന്യൂസ് ചാനലിൽ കൂടെ കാണുമ്പോൾ നമ്മളത് കേട്ടുവിടത്തേ ഉള്ളൂ. അപ്പോൾ ആ പ്രോസസ്സിൽ കൂടെ വൺസ് യു ഗോ ത്രൂ ഇറ്റ് നമുക്കത് ശരിക്കും ഫീൽ ചെയ്യും. നമുക്കൊരു ഗൂസ് ബോംസ് വരും. ദിവസങ്ങൾക്ക് മുൻപ് ചങ്ങനാശ്ശേരി നടക്കപ്പാടം പാലാക്കുന്നേൽ സ്വദേശി ജോർജ് ജോസഫും അവരുടെ 4 മക്കളും വലിയൊരു അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുകയുണ്ടായെന്നുള്ളതാണ്. അവർ വഴിയരികിൽ പാർക്ക് ചെയ്ത് നിർത്തിയിരുന്ന കുരിശുമൂട് ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് വലിയൊരു മരം കടപുഴകി വീണു. ഒപ്പം ഇലക്ട്രിക് ലൈൻ അടക്കം ഈ വാഹനത്തിന് മുകളിലേക്ക് വന്നു എന്നാണ്. പക്ഷേ ആർക്കും ഒരു ചെറിയ പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ജോർജ് ജോസഫ് നമ്മുടെ ചേരുന്നുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കാം, എന്തായിരുന്നു പെട്ടെന്ന് എന്തായിരുന്നു എന്ന് സംഭവിച്ചു? വലിയ ശബ്ദം കേൾക്കുന്നു, എന്താ ഉണ്ടായിരുന്നു? അത് മരം കുറേ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് സ്പാർക്ക് വരുന്നുണ്ടായിരുന്നു. സ്പാർക്ക് വന്ന സമയത്ത് ദൂരെ നിന്ന് ഇങ്ങനെ സ്പാർക്ക് അടിച്ചടിച്ച് നമ്മുടെ വണ്ടിയുടെ മേളിൽ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ വണ്ടി പെട്ടെന്ന് അങ്ങ് കുലുങ്ങാൻ തുടങ്ങി. അപ്പം ഞാനോർത്ത് പോസ്റ്റാണ് വീഴുന്നതെന്ന്. അപ്പം പോസ്റ്റ് വീണ് കഴിഞ്ഞപ്പോഴും വണ്ടി ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെയാണ് സൈഡ് നോക്കുമ്പോൾ ഒരു വലിയ മരം വീണ് കിടക്കുന്നതും ഈ മരം ഇങ്ങനെ വന്നിങ്ങനെ ബൗൺസ് ചെയ്യുന്ന മാതിരി, അതുകൊണ്ടാണ് ഈ വണ്ടി കുലുങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അന്ന് വീണ ടൈമിൽ നമുക്കൊരു തരിപ്പ് കിട്ടിയായിരുന്നു. അപ്പോഴേ എനിക്ക് തോന്നി ചിലപ്പം വല്ല കറണ്ട് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നാട്ടുകാർ കൂടിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ജനൽ കത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, അത് അങ്ങനെ പറയാൻ തോന്നിപ്പിച്ചത് എന്നാന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു കറണ്ട് വണ്ടി കൂടെ പാസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, ആദ്യമേ ലൈൻ കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ KCBനെ വിളിക്കുകയോ അതോ അവർ തന്നെ ലൈൻ കട്ട് ചെയ്യുകയോ, പെട്ടെന്ന് തന്നെ ലൈൻ കട്ട് ചെയ്ത് പവർ ഓഫാക്കി പിള്ളേരെ മൊത്തം ജനലിൽ നിന്ന് വെളിയിലോട്ട് ഇറക്കുമായിരുന്നു. പിന്നെ ഞാൻ പാസഞ്ചർ സീറ്റിലേക്ക് വന്നിട്ട് ഡോറൊന്ന് തള്ളി ഞാനും പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. എല്ലാം ഒരു 5 മിനിറ്റിനുള്ളിൽ നടന്നു സംഭവങ്ങളൊക്കെ. അപ്പം നാട്ടുകാർ വന്ന് പെട്ടെന്ന് തന്നെ പിള്ളേരെ എടുത്തു. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പോഴാണ് മനസ്സിലായ മരത്തിൻ്റെ വലുപ്പവും പോസ്റ്റും പിന്നെ കേബിൾ ലൈനും എല്ലാ വണ്ടിയുടെ മേളിൽ കിടപ്പുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇത് ഇത്ര വലിയ മരാണെന്ന് തന്നെ മനസ്സിലായത്. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ മിഡിൽ സെക്ഷനാണ് വണ്ടിയുടെ മേളിൽ വീണ്. ബോട്ടം സെക്ഷൻ അങ്ങനെ തന്നെ കണക്റ്റഡാണ്. പിന്നെ ടോപ്പ് സെക്ഷൻ കുറുകെ വീണ് ട്രാഫിക്കും ബ്ലോക്കായി. അപ്പോൾ നാട്ടുകാർ മൊത്തം പെട്ടെന്ന് തന്നെ ഇറങ്ങി, പെട്ടെന്ന് തന്നെ അവരെ കൊണ്ട് പറ്റുന്ന ശാഖകളെല്ലാം വെട്ടി ഒരു സൈഡിൽ നിന്ന് ട്രാഫിക് തുറന്നു. അപ്പം തന്നെ ഫയർ വന്നു 10 മിനിറ്റിനുള്ളിൽ. ചെയിൻ സോയും കൊണ്ട് വലിയത് കട്ട് ചെയ്യാൻ വേണ്ടി പോലീസും ഒരു 10-15 മിനിറ്റിനുള്ളിൽ എത്തി. നമ്മളെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പോയത്? നമ്മൾ വെളിയിലാണ്, നമ്മൾ സൗദിയിലാണ്. അപ്പം തിരിച്ചു പോകാറായി. അപ്പം മഴയില്ലാത്ത ഒരു സമയത്ത് നമ്മൾ ഇറങ്ങിയതാണ്. മഴയും കാറ്റും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾക്ക് പിള്ളേരുടെ അസൈൻമെൻറ്റ്സിൻ്റെ കുറച്ച് സാധനങ്ങളും കുറച്ച് ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ കുറച്ച് തുണിയൊക്കെ തയ്ക്കാനും എടുക്കാനും ഒക്കെ വേണ്ടി ഇറങ്ങിയതാണ്. അതായിരുന്നു. അപ്പോൾ ആദ്യമേ പോയി ആ കടയിൽ ആളില്ലായിരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഞങ്ങൾ 3/4 മണിക്കൂർ കഴിഞ്ഞ് വന്ന് ചെന്നപ്പോഴാണ് പാർക്ക് ചെയ്തപ്പോഴാണ് ഇത് നേരെ ടോപ്പിൽ വീണത്. അപ്പോൾ രണ്ടാമത്തെ എൻട്രിയിലാണ് ഇത് ടോപ്പിൽ വീഴേണ്ട സാധനമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാമത്തെ എൻട്രിയിൽ വന്ന് വീണത് മേളിൽ. പക്ഷേ ജനൽ ഗ്ലാസ് പോലും പൊട്ടിയിട്ട് ഒരു തരി ചോര പോലും പോയിട്ടില്ല. അത് തന്നെ ഒരു വലിയ കാര്യം. അതാണ് എല്ലാവരും പറയുന്നത് അതൊരു മിറക്കിളാണ്. ശരിക്കും ചേച്ചി ഉണ്ടായിരുന്നില്ല, പുറത്ത് പോയിരിക്കുന്നു. അപ്പോൾ വന്ന് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് എന്തായിരുന്നു ഒരു പേടി, എന്താ തോന്നി? മുകളിൽ നിന്ന് സൗണ്ട് കേട്ട ഓടി വന്നേ. അപ്പം മരം ശരിക്കും റോഡിലോട്ടാണ് വീണ് കിടക്കുന്നത്. അപ്പോഴും ഞാൻ ഓർക്കുന്നില്ല നമ്മുടെ വണ്ടിയുടെ മുകളിൽ ആ മരം വന്ന് കണ്ടപ്പോൾ നമുക്ക് തുറക്കാനും പറ്റുന്നില്ല. കാരണം ഇന്നും അകത്തുനിന്ന് പറയുന്നുണ്ട് ഇലക്ട്രിക് കമ്പിയാണ്, ഷോക്ക് അടിക്കും. അപ്പോൾ പിള്ളേരെല്ലാവരും കരച്ചിലും ഉണ്ട്, പക്ഷെ നമുക്ക് തുറക്കാനും പറ്റുന്നില്ല. അപ്പം ഈ ബൈക്കുകാരൊക്കെ നിർത്തി ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ അകത്ത് ആളുണ്ട്. അപ്പോൾ അവരെല്ലാവരും പെട്ടെന്ന് എല്ലാവരും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത്, നമുക്ക് വാതിൽ തുറക്കാനുള്ള ധൈര്യം പോലില്ല. അപ്പോഴത്തേക്ക് അവർ വരുന്നു, ഇലക്ട്രിക് കമ്പി പൊട്ടി, അപ്പോൾ കുഴപ്പമില്ല, ഷോക്കില്ല എന്ന് പറയുന്നു. ഇവർ ജനൽ തുറക്കാൻ പറ്റി, വാതിൽ വണ്ടി ഓണായിരുന്നുണ്ട്. പിള്ളേരെല്ലാവരും എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. പിന്നെ അപ്പോഴത്തേക്ക് ഹസ്ബൻഡിന് ഇറങ്ങാൻ പറ്റി. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ഇതായത്. എല്ലാവരും രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഓക്കെ രക്ഷപ്പെട്ടു. വണ്ടി പോയി, എന്നാലും നമുക്ക് ആർക്കും ഒന്നും പറ്റില്ലല്ലോ. ഇവർക്ക് പേടിച്ച് കാണും. എന്താ പേടിച്ചു വരുന്നു പെട്ടെന്ന് കണ്ടപ്പോൾ? പേടിച്ചുപോയി. മോന്റെ ഭാഗത്തായിരുന്നു ഈ മരം വന്നിരുന്നത്. എന്ത് തോന്നിയപ്പോ? ഞാൻ താര വീണപ്പോ ഒത്തിരി ബ്രൗൺ തിങ്സ് ഉണ്ട്. ഞാൻ ഓർത്ത് അതിന്റെ ട്രീന്റെ ബാർക്സാ. പേടിച്ചോ പെട്ടെന്ന്? ഇച്ചിരി പെൺപിള്ളേരായിരുന്നു. പേടിച്ചോ? എന്ത് പറ്റി? കരഞ്ഞോ? പേടിച്ചിട്ട് പേടിച്ചുപോയി. ആരാ എന്നിട്ട് രക്ഷപ്പെടുത്തിയതിനുള്ളിൽ? അങ്കിള്. എത്ര അങ്കിൾമാര് വന്നു ഓടി വന്നു അത് വീണപ്പോ തന്നെ? വന്നു. ആണോ? പുറത്തെത്തി കഴിഞ്ഞപ്പോ എന്ത് തോന്നി? റിലാക്സ് കാമായി. പേടിച്ചായിരുന്നോ?
എന്ത് പെട്ടെന്ന് എന്ത് ശബ്ദം കേൾക്കണം? എന്താ കണ്ടത്? ഞാൻ ശബ്ദം കേട്ടു. പേടിച്ചു പോയല്ലേ? അങ്കിൾമാര് വന്നു. ആരാ വന്ന് രക്ഷിച്ചേ മോളെ? അങ്കിളാണോ? എന്നിട്ട് അങ്കിൾമാരോട് താങ്ക്സ് പറഞ്ഞായിരുന്നോ? ഇല്ല. മറന്നുപോയോ? ഇപ്പൊ ഒരു താങ്ക്സ് പറഞ്ഞാലോ? രക്ഷിച്ച അങ്കിൾമാരോട് താങ്ക്സ് പറഞ്ഞാലോ? താങ്ക്സ് പറഞ്ഞു. അത് തന്നെയാണ്. എന്തായാലും പെട്ടെന്ന് ഒന്നും പരിക്ക് പറ്റിയില്ല. ഒരു നാട്ടുകാരെല്ലാവരും ഉള്ള ആളൊരു യൂണിറ്റ് ശരിക്കും അവിടെ കണ്ടായിരുന്നല്ലേ? എല്ലാവരും ഓടിക്കൂടി. നാട്ടുകാർ എനിക്ക് തോന്നുന്നു അവർ ഹൈ അലേർട്ടിലായിരുന്നു. കാര്യം ഈ മഴയൊക്കെ പെയ്ത് എല്ലായിടത്തും വെള്ളം പൊങ്ങി. അപ്പം നാട്ടുകാർ ഒരു ഹൈ അലേർട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു. ഇപ്പം ഇങ്ങനത്തെ സംഭവം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നാട്ടുകാർ കൂടി. ഞാൻ പറഞ്ഞില്ല, എല്ലാം ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഇടവിട്ട് ഓരോരുത്തരുടെ എൻട്രി ഉണ്ടായിരുന്നു. നാട്ടുകാർ ആദ്യം ഓടിക്കയറി, നമ്മൾ വെളിയിൽ ഇറങ്ങി. ഫയർ ആൻഡ് റെസ്ക്യൂ അപ്പം വന്നു, പോലീസ് അപ്പം വന്നു, ചാനശ്ശേരി SI അപ്പം വന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ 5-10 മിനിറ്റ്സിൽ ഓരോരുത്തരുടെ എൻട്രി ഉണ്ടായിരുന്നു. അത് ഏറ്റവും ലാസ്റ്റ് വന്ന സ്ഥലത്തെ MLA യും DCCയുടെ റെപ്രസെൻറ്റേറ്റീവ് ആൻ്റണി ചേട്ടനുമായിരുന്നു. അപ്പോൾ എല്ലാവരും അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്ത് പിന്നെ വണ്ടി എല്ലാ ആക്ടിവിറ്റീസും പാരലായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പുത്തൻ വണ്ടി ആയതുകൊണ്ട് അപ്പം തന്നെ എനിക്ക് അറിയത്തില്ല ഇവിടുത്തെ പ്രൊസീജിയർ എന്നാന്ന്. അപ്പം ഞാൻ അവരോട് വിളിച്ചു. അപ്പം അവർ പറഞ്ഞു, സാറേ ഞങ്ങൾ റിക്കവറി വണ്ടി വിടാം, സാർ ഇനി ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അത് AVG നിന്നായിരുന്നു, കോട്ടയത്തു നിന്ന്. അപ്പോൾ അവർ അവിടുന്ന് റിക്കവറി വണ്ടി വിട്ട് അവരും വണ്ടി എടുത്തുകൊണ്ട് പോയി. അപ്പം കുറേ എല്ലാം ഒരു 2 മണിക്കൂറിനുള്ളിൽ സംഭവം. നമ്മുടെ നാടൊരു ദുരന്തം വരുമ്പോൾ ഒന്നിച്ച് നിൽക്കുന്നു പറഞ്ഞു തരുന്നത് അത് ശരിക്കും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമ്മളിങ്ങനെ ന്യൂസ് ചാനലിൽ കൂടെ കാണുമ്പോൾ നമ്മളത് കേട്ടുവിടത്തേ ഉള്ളൂ. അപ്പോൾ ആ പ്രോസസ്സിൽ കൂടെ വൺസ് യു ഗോ ത്രൂ ഇറ്റ് നമുക്കത് ശരിക്കും ഫീൽ ചെയ്യും. നമുക്കൊരു ഗൂസ് ബോംസ് വരും, മനസ്സിലായില്ലേ? പറയുമ്പോൾ തന്നെ നമ്മളത് എൻ്റെ ഫ്രണ്ട്സിനോടും കസിൻസിനോടും ഒക്കെ ഞാൻ പറഞ്ഞു നമുക്ക് ഇത്രയും യൂണിറ്റി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു രോമാഞ്ചം വരും, മനസ്സിലായില്ലേ? അപ്പം ആ പ്രോസസ്സിൽ കൂടെ പോയാൽ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനത് ശരിക്കും ഒരു ടെസ്റ്റ് മണി മാതിരി പറയുവാണ്. നാട്ടുകാർക്ക് ആ ടൈമിൽ റിഗാർഡ്ലെസ് എന്താണ്, കളറാണോ, കാസ്റ്റ് ആണോ, റിലീജിയൻ ആണോ, ഒന്നുമില്ല, അവരൊന്നും നോക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, കറണ്ട് പാസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് എടുക്കാൻ അവർ നോക്കുന്നത്. അവർക്ക് ഷോക്ക് അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അവർ നോക്കുന്നില്ല. അപ്പം നമ്മൾ പറയണം. അപ്പോൾ അതിനനുസരിച്ചാണ് അവർ ഓരോ ഡയറക്ഷൻ അനുസരിച്ചാണ് അവർ മാറുന്നത്, മനസ്സിലായില്ലേ? കറണ്ട് കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് അവർ ആലോചിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു യൂണിറ്റി ശരിക്കും ഫീൽ ചെയ്തു. ഈ പുള്ളിയായിരുന്നു എൻ്റെ കൂടെ സ്റ്റിയറിങ്ങിൽ ഇരുന്നത്. ഞങ്ങളിങ്ങനെ റീൽസൊക്കെ കണ്ട് ചുമ്മാ ഇരിക്കുമോ വണ്ടി ഓടിക്കാതെ തന്നെ ഒരു ഇൻസിഡന്റ് വരുമെന്ന് ഇപ്പം മനസ്സിലായി. അതെ, തന്നെയാണ്. എന്തായാലും ഒരു വളരെ വാക്കുകളുണ്ട് അത് എത്രത്തോളം അത്ഭുതകരമായിരുന്നു രക്ഷപ്പെടൽ എന്നുള്ളത്. ഒരു പക്ഷേ ആ വാഹനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കും സംശയം തോന്നും. ആർക്കും ഒരു ചെറിയ പൊറൽ പോലും ഏറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ കാര്യമെന്ന് പറഞ്ഞു. ഒപ്പം ഒരു നാടാകെ ഇവർക്ക് വേണ്ടി ഒന്നിച്ചു നിന്നു. ഇവരെ രക്ഷപ്പെടുത്താൻ എല്ലാം മറന്ന് കൈമയും മറന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു അനുഭവമാണ് എന്തായാലും ഇവരുടെ പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.